യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ പോസ്റ്റും കമന്റും വൈറലാകുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്തിട്ട കമന്റാണ് ചർച്ചാ വിഷയമാകുന്നത്. സമരത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പോലീസുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ വിവരങ്ങളും തുടർ സംഭവങ്ങളും അന്ന് ഗുരുതരമായി പരിക്കേറ്റ മേഘയെ പാർട്ടി സഹായിച്ചതുമൊക്കെയാണ് അരിതാ ബാബു ഫേസ്ബുക്കിൽ കുറിച്ചത്. മേഘയ്ക്ക് 8 ലക്ഷം നൽകിയെന്നും അരിത പറഞ്ഞു. എന്നാൽ പറഞ്ഞ തുക തനിക്ക് കൈമാറാതെ ഇടയ്ക്ക് നിന്ന് ആരാണ് കൈപ്പറ്റിയത് എന്നതുകൂടി പരസ്യമായി പറയണമെന്നാണ് മേഘ കമന്റ് ഇട്ടത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്ത് നൽകിയ മറുപടിയാണ് ചർച്ചാ വിഷയമായത്. കഴിഞ്ഞ വർഷം രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി സമരത്തിനിറങ്ങിയതിനെ കുറിച്ചും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പോലീസുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റതിനെ കുറിച്ചും വിശദീകരിക്കുന്ന അരിത മേഘ രഞ്ജിത്തിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ മേഘയ്ക്ക് 8 ലക്ഷം രൂപ ചികിത്സാ സഹായമായി നൽകിയെന്നും തുടർ ചികിത്സയ്ക്കായി സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അരിതാ ബാബു കുറിച്ചു. എന്നാൽ ഈ പോസ്റ്റിന് താഴെ മേഘ തന്നെ വന്ന് വിമർശനം ഉന്നയിക്കുകയായിരുന്നു. ഈ പറഞ്ഞ തുക തനിക്ക് കൈമാറാതെ ഇടയ്ക്ക് നിന്ന് ആരാണ് കൈപ്പറ്റിയത് എന്നതുകൂടി പരസ്യമായി പറയണം. താനും കൂടി അറിയണമല്ലോ തന്റെ പേരിൽ ആരാണ് വലിയൊരു തുക കൈപ്പറ്റിയതെന്ന്. ഇങ്ങനെയാണ് അരിതയുടെ പോസ്റ്റിന് മേഘ പ്രതികരണം നൽകിയത്. കായംകുളം സ്വദേശികളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ഒരാൾ പോസ്റ്റ് ഇട്ടതും അതിൽ പറയുന്ന കാര്യങ്ങളെ പൊളിച്ചുകൊണ്ട് ആ പോസ്റ്റിൽ പറയുന്ന ആൾ തന്നെ കമന്റ് ഇട്ടതും പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തോ ഒളിച്ചു വെക്കുന്നതായുള്ള പ്രതീതി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം മേഘയുടെ കമന്റ് സംബന്ധിച്ച് തുടർ പ്രതികരണം പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച ശേഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് അരിതാ ബാബു CD നെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതേസമയം ഫേസ്ബുക്ക് പോസ്റ്റും കമന്റും ഏറെ ചർച്ചകൾക്ക് വിധേയമായതോടെ മേഘ രഞ്ജിത്ത് വീണ്ടും അടുത്ത കമന്റുമായി രംഗത്തെത്തി. തനിക്ക് വേണ്ടി ഒരു ഓപ്പൺ ഫണ്ടിംഗ് യൂത്ത് കോൺഗ്രസോ കോൺഗ്രസ് പാർട്ടിയോ നടത്തിയിട്ടില്ല എന്ന് മേഘ രഞ്ജിത്ത് തുടർന്ന് പറയുന്നു. ഇതേപോലെ തന്നെ പാർട്ടി എന്നെ സഹായിച്ചിട്ടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നും മേഘ രഞ്ജിത്ത് സൂചിപ്പിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ കാരണം എമൗണ്ടിൽ വന്ന ക്ലാരിറ്റി കുറവാണ്. പിന്നെ ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന ടൈമിൽ ഒരു എമൗണ്ട് റൗണ്ട് ഫിഗർ പോലും ആക്കിയാൽ അത് ഞാൻ കൈപ്പറ്റിയെന്നേ വരൂ. അതിനുള്ള എതിർപ്പാണ് വ്യക്തമാക്കിയത്. ഇതിന്റെ പേരിൽ ഒരു യൂത്ത് കോൺഗ്രസുകാരും ആക്രമിക്കപ്പെടുന്നത് ശരിയല്ല എന്നും മേഘ രഞ്ജിത്ത് തുടർ കമന്റിൽ പറയുന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം.